നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു അതിഥിയാണ് നമ്മുടെ ജംഗ്ഷനിൽ ഇന്നുള്ളത്. അഭിനയത്തിൻ്റെ അനന്യമായ സുവർണ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മനോജ് കെ ജയൻ. മനോജിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിയിൽ സുരഭില. മനോജ് ഒരു ഇതുപോലെ എൻ്റെ മുമ്പിൽ ഇരുത്തണം, ഇതുപോലെ തന്നെ സാറിന് മുമ്പിൽ ഇരിക്കണം എനിക്ക് വളരെ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ ഒരു ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓക്കെ, ഇത് മനസ്സ് തുറക്കുന്നൊരു ജംഗ്ഷനാണ്, ഒരു യാത്രയാണ്. ഈ ജംഗ്ഷനിൽ നമ്മൾ വണ്ടി എടുക്കുകയാണ്. ഏത് വണ്ടി? ഈ ജംഗ്ഷനിൽ നിന്ന് വേണമെങ്കിൽ വഴി വേണം തിരിച്ചു വിടാം. ഇൻഡിക്കേറ്റർ ഉണ്ടോ? ഇൻഡിക്കേറ്റർ ഇല്ല. ഇല്ല. എങ്ങോട്ട്? ബ്രേക്ക് ചെറിയ ചെറിയ ബ്രേക്കുകളുണ്ടോ? ഇടയ്ക്ക് വേണ്ടി വരും. ചില ചോദ്യങ്ങൾ. ആക്സിലേറ്റർ ഉണ്ടാവും. അതെ, ക്ലച്ച് ഇല്ല. ഓക്കെ സാർ, ക്ലച്ച് പോയി എന്ന് പറഞ്ഞേക്കരുത്. മനോജ് പുതിയ ഭാവത്തിലാണ്. മനോജിൻ്റെ പഴയ മനോജിൻ്റെ രൂപത്തിലും ആ കൂട്ടിലുമല്ല. മനോജ് വേറൊരു ലൈനിലേക്ക് തിരിച്ചിരിക്കുന്നു. സന്തോഷം. സിനിമയിൽ തിരക്കേറിയൊരു നടനായി മനോജ് മാറിയിരിക്കുന്നു. സന്തോഷം. പണ്ടൊക്കെ മനോജിനെ കാണുമ്പോൾ മനോജിൻ്റെ മുഖത്ത് അല്പം ദുഃഖം, അല്പം വിഷമം, അങ്ങനെ പല ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കാത്ത ചില ഭാവങ്ങളൊക്കെ മിന്നിമറിഞ്ഞിരുന്നു. ഇന്ന് മനോജിൻ്റെ മുഖം വളരെ എന്താ പറയുക, സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനസ്സമാധാനം വർദ്ധിച്ചോ? മനസ്സമാധാനമുണ്ട് സാർ, സന്തോഷമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. പഴയ ദിനങ്ങളിലൊക്കെ ഒരുപാട് നല്ല മനസ്സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നല്ലൊരു സംഗീതജ്ഞൻ്റെ മകനായിട്ടുള്ള മനോജ് കെ ജയൻ ഒരു ഗായക ഭാന്താവ്, വഴിത്താര വേണ്ടെന്ന് വെച്ചു. അതെൻ്റെ ഒരു വിവരക്കേടാന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ അക്കാലത്തെ ഒരു ബുദ്ധിയിൽ അത്രയൊക്കെ തോന്നിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സംഗീതം പഠിക്കേണ്ടതായിരുന്നു. ഞാൻ എൻ്റെ ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് അച്ഛനും കൊച്ചച്ഛനും സംഗീതക്കാർ. അച്ഛൻ്റെ ചേട്ടൻ നന്നായി പാടുന്ന ആളാണ്. എൻ്റെ ചേട്ടനപ്പോൾ RLV മ്യൂസിക് കോളേജിൽ തൃപ്പൂണിത്തുറ വന്ന് പഠിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ ജയവിജയന്മാരിൽ വിജയൻ്റെ മകൻ ഇളയാൾ മഞ്ജുനാഥ്, അയാളും സംഗീതം പഠിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനൊന്ന് മാറിക്കളിക്കാം. സംഗീതം, എല്ലാവരുടെ സംഗീതം, പിന്നെ ഭയങ്കര കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് സംഗീത ഫീൽഡും, അറിയാമല്ലോ. അപ്പം ഞാനൊന്ന് മാറിപ്പിടിക്കാം, അഭിനയ രംഗത്തേക്ക് മാറാം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ചുമ്മാ കളത്താൻ വേണ്ടി പറഞ്ഞായിരിക്കും, എടാ നീ സിനിമയിൽ വന്ന രക്ഷ കണ്ടു, നിൻ്റെ ഒരു പേഴ്സണാലിറ്റി നിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഇന്നാട് കെട്ടുണ്ട്, ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ചിരഞ്ജീവിയാണ്. കോട്ടയത്താണല്ലോ സാർ, കോട്ടയത്താണല്ലോ, പറയേണ്ട ആവശ്യം. യുവമാരുടെ തന്നെ എല്ലാ ട്രിവാൻഡ്രം ഭാഷ ഞാൻ കിളത്തിയിട്ട് സിനിമയിലേക്ക് ചാടിക്കാനുള്ള ഒരു പരിപാടി. ആൾക്കാരെ അടിയെ വിടാൻ പറ്റി വേറൊരു സ്ഥലം ഭൂപ്രദേശത്തുണ്ടാവും. കോട്ടയം റബ്ബറിൻ്റെ സ്വഭാവമാണെന്ന് ആൾക്കാർ. അതെ, പല രൂപത്തിലും വരും. പക്ഷെ അവരൊക്കെ ഇനിയിപ്പോൾ എന്നെ കളത്താൻ വേണ്ടി പറഞ്ഞ ഒരുപക്ഷെ അത് നന്നായിട്ട് വന്നില്ല, പിന്നെ ആ സിനിമയിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഈ സംഗീതം തൽക്കാലം വേണ്ട, അഭിനയത്തിലേക്ക് മാറാമെന്ന് ഞാൻ തന്നെ സ്വയം തീരുമാനമെടുത്ത. പക്ഷേ എനിക്കിപ്പോൾ അത് ഭയങ്കരമായ റിഗ്രറ്റാണ്. ഒരു മര്യാദയ്ക്കൊരു സെമി ക്ലാസിക്കൽ സോങ്ങൊക്കെ ഈ ഇപ്പം ഒരുപാടുണ്ട്, നല്ല നല്ല സോങ്സ് ഉണ്ടല്ലോ മലയാളത്തിൽ. ഇപ്പോൾ ദേവി എന്നുള്ള പാട്ട്, ഗന്ധർവനിലെ ദേവി എനിക്കാണ് ഒടുക്കത്ത് ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ടൊന്നും മര്യാദയ്ക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ചില സംഗതികൾ, സ്വരസ്ഥാനങ്ങൾ ഇടയ്ക്ക് പാടി നോക്കൂ. അതൊക്കെ പാടി നോക്കാറുണ്ട്. ഒന്ന് നോക്ക്, നമുക്ക് ഏതൊക്കെയാലും ദേവിയെ വിളിച്ചിട്ട് പാടുന്നതിന് കുഴപ്പമില്ല. ആ പാട്ടോ? അത് ഇതുവരെ സ്റ്റേജിൽ പാടില്ല. സാറിന് വേണ്ടി അത് ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ആൾക്കാർ കാണട്ടെ. അതെ, അങ്ങനെ വേണം നോക്കാം. അതെ, അങ്ങനെ ആ രീതിയിലാണ്. ഓക്കെ. ദേവി ദേവി ആത്മരാഗമേക കന്യാവനിയിൽ സുഖതം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. പക്ഷെ ഞങ്ങളെപ്പോലെ വലിയ സംഗീതമൊന്നും അറിയാത്തവർക്ക് അതിൻ്റെ പാകപ്പിഴകൾ മനസ്സിലാവുന്നുണ്ടാവില്ല.
പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ സാധാരണ ആസ്വാദക ആ ശേഷിയെ തൊട്ടുണർത്താൻ പറ്റുന്നൊരു വേണമെങ്കിൽ നമുക്കൊന്ന് പോവാം. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പലരെയും നമ്മൾ ഓർക്കണം, അതിൽ ഒരാളാണ്. മനോജ് കെ ജയന് പാട്ടിൽ സംഗീതത്തിൽ നല്ല വാസനയാണ്. കാരണം നല്ല ശബ്ദം, നല്ല തിങ്സൊക്കെ വരുന്ന, അതായത് സംഗതീസൊക്കെ ധാരാളം വരുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ സംഗീത വാസന ഒരാൾക്ക് കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഈ അപൂർവമായ ഈ സംഗീതം നമുക്ക് കിട്ടിയത് തന്നെ ഒരു പൂർവ്വജന്മ പുണ്യത്തിൻ്റെ ഒരു സംഗതി കൊണ്ടാണ്. അതുകൊണ്ട് ഈ കല ഏറ്റവും പരിപോഷിക്കുന്നതിന് മനോജ് എല്ലാ തരത്തിലുള്ള ഈ സംഗീത ശാഖകളിൽ പാടണമെന്നും എനിക്ക് താല്പര്യമുണ്ട്. അച്ഛൻ പറഞ്ഞത് കേൾക്കാത്ത ഒരു മകൻ്റെ ഒരവസ്ഥ. അല്ല, അച്ഛയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സംഗീതം. ഞാനിപ്പോൾ അടുത്ത സമയത്തൊക്കെ പലയിടത്തൊക്കെ പാടുമ്പം പുള്ളി ആഗ്രഹം കൂടിയെന്നാണ് പറയാം. നീ സംഗീതം പഠിക്കേണ്ടതായിരുന്നു, അതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും എനിക്ക് എൻ്റെ പല പരിപാടികളിലും മനോജിനെയൊക്കെ വിളിക്കണമെന്ന് ഞാൻ നമ്മുടെ ചാനൽ വേദികളിൽ പറയുമ്പോൾ ഞാൻ മനോജിൽ നിന്ന് നടനെയല്ലേ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, മനോജിൽ നിന്നുള്ള ഗായകനെയാണ് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരു ഗായകൻ്റെ ഒരു സൗരഭ്യവും ഒരു നടൻ്റെ ഗ്ലാമറും കൂടി ഒരുമിച്ച് സ്റ്റേജിലേക്ക് വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത്. സന്തോഷം. ആ ഒരു രഹസ്യം എനിക്കറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും മറ്റ് നടന്മാരിൽ നിന്ന് മനോജിനെ വേറിട്ട് നിർത്തുന്നത് ഈ സംഗീതത്തിൻ്റെ ഭാവമാണ്. സന്തോഷം സാർ. അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചതുകൊണ്ടാണ് എനിക്ക്. ഞാൻ യഥാർത്ഥത്തിൽ 10 ഗുണം 10 ഗുണം എന്നാണ് പറയണ്ടേ, 10 എത്തിയിട്ടില്ല. സാരി ഗാമ പ ഇരുന്ന് പഠിച്ചിട്ടില്ല. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ട് അത്യാവശ്യമൊക്കെ പഠിച്ച് കാണും, വീട്ടിലിരുന്ന് കുറച്ച് അങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണയുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല. അതിൻ്റെ കുഴപ്പമാണ് ഒരുപാടുള്ളത്. ഈ പാടുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഒരുപക്ഷെ അമ്മയാണ് മനോജിനെ വഴിതെറ്റിച്ചെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഇല്ല അമ്മ എന്തിനും റെഡിയായിരുന്നു. അന്ന് അമ്മ ഒരു സ്കൂൾ ടീച്ചറല്ലേ. അതെ, സ്കൂൾ ടീച്ചർ മകൻ്റെ ആഗ്രഹത്തിന് വല്ലാതെ വഴങ്ങിപ്പോയി. അങ്ങനെ മനോജിനെ ഒരു നടനാക്കണമെന്നുള്ളൊരു ആഗ്രഹം മനോജിന് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അച്ഛൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തിയത് അമ്മയാണെന്ന് പറയും. അമ്മയിലൂടെയാണ് നമ്മൾ ചെറിയ ആഗ്രഹമൊക്കെ അന്ന് പ്രകടിപ്പിച്ച. അമ്മയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂളിലും കോളേജിലും ഒന്നും ഈ നാടകമോ ഏകാംഗ നാടകമോ മിമിക്രിയോ മോണോ ആക്ടോ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കലാപരിപാടികളും എനിക്ക് ബന്ധമില്ല. അപ്പോൾ എങ്ങനെയൊരു ചവിട്ടുപടി വേണമല്ലോ, ഒരു പെട്ടെന്നങ്ങ് സിനിമയിൽ കയറാൻ പറ്റുമോ. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നു. അതിൽ തിക്കുറിശി ചേട്ടനാണ് പ്രിൻസിപ്പാളെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് അമ്മ ഒരു കത്തെഴുതിയല്ലേ അച്ഛൻ? കത്തെഴുതി കത്തെഴുതി ഇവനിങ്ങനെ ചെറിയ അഭിനയ ഇതൊക്കെ ഉണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് സാധിച്ചു കൊടുക്കുന്നത് ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തുടങ്ങുന്നു, അവനെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തിരിച്ച് മദ്രാസിൽ എത്തിയപ്പോൾ എന്നെ തിക്കുറിശ്ശേൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലത്തൊട്ട് വന്നിച്ച് പരിപാടി തുടങ്ങുകയും ചെയ്തു. സാധാരണ സംഗീതജ്ഞന്മാർക്കെല്ലാം നല്ല കാർക്കശ്യ ഭാവമുള്ളത്, ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ മനോജിൻ്റെ അച്ഛൻ അത്രത്തോളം ഒരു കാർക്കശ്യ ഭാവം പുലർത്തിയില്ല. ആയിക്കോട്ടെ, നടനെങ്കിൽ നടൻ. ഇല്ല, ഇപ്പം കാണുന്ന ആളല്ല. ഇപ്പം കാണുന്ന ഈ സീരിയസ്നെസ് ഒന്നും ഇല്ല. പുള്ളി വളരെ ജോവിയലായിട്ടുള്ള വളരെ കാഷ്വലാണ്. പുള്ളിയുടെ ജീവിത രീതിയൊക്കെ അങ്ങനെയാണ്. പക്ഷേ അതുകൊണ്ട് അങ്ങനെ ഒരു ഇനി സംഗീതം പഠിച്ചേ പറ്റൂ, അങ്ങനെ വഴക്ക് പറച്ചിൽ അടി ബഹളം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് വിടുക. എന്തായാലും വേറൊരു രീതിയിൽ പോവില്ല. രാവിലെ എഴുന്നേപ്പിച്ച് സാധനം ചെയ്യിക്കാനൊന്നും പുള്ളി ശ്രമിച്ചിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല, സംഗീതമേ ഇരുന്നിട്ടില്ലല്ലോ, സരിഗമപ്പായ്ക്ക് പോലും ഇരുന്നിട്ടില്ലല്ലോ. അതൊരു അത്ഭുതമാണ്. എന്താ വെച്ചാൽ ഇതുപോലുള്ളൊരു അച്ഛനെ കിട്ടിയിട്ട് ഒരു സാരി ഗാമ ഒന്നും പറയാതെ കൂടെ സ്വന്തം ജ്യേഷ്ഠൻ സംഗീതം പഠിക്കുകയല്ലേ. അപ്പം ഞാനോർത്ത് ഞാനും കൂടെ ഇറങ്ങണ്ട, നമ്മൾ വേറൊരു ലൈനിൽ പിടിക്കാം എന്ന് കരുതി. മനോജിനൊരു ഒറ്റയാൻ്റെ സ്വഭാവമുണ്ടോ? ഒറ്റയാനല്ല, അത് ജന്മനാനുള്ള ശീലമാണ്. സിനിമയിൽ വന്നിട്ടുണ്ടാക്കിയതോ അങ്ങനത്തെ ഉള്ള ശീലമൊന്നുമല്ല. ഇച്ചിരി ഇൻട്രോവേർട്ടാണ് കൊച്ചിലെ മുതൽ. ഒതുങ്ങിപ്പോവുക, നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അതിപ്പോൾ പറയണോ, പറഞ്ഞാൽ അയാൾക്ക് ഫീൽ ചെയ്യുമല്ലോ, വേണ്ട എന്നൊരു വിട്ടുകളയും. അത്രയധികം മൈന്യൂട്ടായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. സൗഹൃദങ്ങൾ തന്നെ ഇങ്ങനെ വളരെ അപൂർവ സൗഹൃദങ്ങൾ ഒഴിച്ച് ബാക്കി സൗഹൃദങ്ങൾ ഉണ്ടാക്കാനൊന്നും മനോജ് ശ്രമിക്കാറ് ഇല്ല. എനിക്കൊരു ഗ്രൂപ്പ്, വലിയ ബഹളം, അവിടെ ഒരു എന്താ മദ്യപാന സദസ്സോ അങ്ങനെയുള്ള അതൊന്നും എനിക്ക് ശരിയായി കംഫർട്ടബിൾ അല്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പും വളരെ സെലക്റ്റഡാണ്, ഭയങ്കര സെലക്റ്റീവാണ് ആ കാര്യത്തിൽ. അവരുമായിട്ട് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കണം, അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഞാൻ ശരിയാവത്തില്ല. ആർക്കും എന്ത് ചോദിക്കാനുണ്ടോ നോക്കാം. ഓക്കെ. ഹലോ മനോജ്, നമ്മൾ തിരുവനന്തപുരത്ത് ഒരേ കാലഘട്ടത്തിൽ സിനിമാ സ്വപ്നം കണ്ട് വന്ന അനിൽ, മനോജ്, ഞാൻ
ഏലിയാസ്, കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടപ്പോൾ നമ്മൾ പറയുമായിരുന്നു, ചിത്രാഞ്ജലിയുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുകളിൽ നിന്നിട്ട് മമ്മൂട്ടി മോഹൻലാലൊക്കെ അതുവഴി കടന്നു പോകുമ്പോൾ എന്നെങ്കിലും ഞാനിതുവഴി പോകും. അങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് കൈ കാണിക്കണേന്ന്. അതേ മനോജ് ഇന്ന് വലിയ നടനായി മാറിയിരിക്കുന്നു. അതേ സമയത്ത് നമ്മുടെ കൂടെ തന്നെ ഒരു പലരെയും നമ്മൾ മറന്നും പോയി കാണാറുമില്ല. ആ സൗഹൃദങ്ങളെ വീണ്ടും ഒന്ന് കാണണമെന്ന് മനോജിന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ മനോജിന് പഴയ സൗഹൃദങ്ങൾ വീണ്ടെടുക്കാൻ പറ്റുന്നൊരു സാവകാശവും സമയം ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവനിപ്പം എൻ്റെ അലി അക്ബറാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. എൻ്റെ ഒരു സിനിമാ ചരിത്രം എടുത്താൽ ഞാൻ എവിടെയും പറയുന്നതാണ്, മാമലകൾക്കപ്പുറത്ത് എന്ന സിനിമയാണ് എൻ്റെ ആദ്യ സിനിമ. ആ ചിത്രം റിലീസായിട്ടില്ല, അതിൻ്റെ സംവിധായകനാണ്. പക്ഷെ ഇവൻ ആ വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടി, പുതുമുഖ സംവിധാനമുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. നമ്മൾ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പിച്ചക്കാരെ പോലെ ആ അവസ്ഥയിലിരിക്കുക. സിനിമയിൽ വന്നു തുടങ്ങിയ സമയമല്ലേ, ഗ്ലാമർ എന്നൊരു സാധനം ആർക്കുമില്ല, സിനിമാക്കാരെന്ന് പറയത്തില്ല. അങ്ങനെയുള്ളൊരു സിനിമ 3.5 ലക്ഷം രൂപയും കൊണ്ട് ഫസ്റ്റ് കോപ്പി ആയ സിനിമയാണിത്. അപ്പോൾ ഇവന് അലി പറഞ്ഞ കാര്യം ഞാൻ പറയില്ലേ, എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളതാണ് ഈ പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒന്നിച്ച് കൂടാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ഇവരെയൊക്കെ പലരുടെ സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ പറയടാ നമുക്കൊന്ന് കൂടണ്ടടാ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. പക്ഷേ ആ സമയം കിട്ടാറില്ല, അതിൻ്റെ സാഹചര്യം വെക്കാറില്ല. ഞങ്ങൾ ചെറിയ ഒരു ഹോസ്റ്റൽ അവിടെ തിരുവല്ലത്തിനടുത്ത് പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോസ്റ്റൽ. അവിടുത്തെ ആ ഒരു ജീവിതം ഭയങ്കര രസമുള്ളായിരുന്നു. ഭക്ഷണം പോലും വേണ്ടാന്ന് വെച്ച് മനോജ് സിനിമയ്ക്ക് പോകുന്നൊരു സ്വഭാവക്കാരനാണെന്നാരോ പറഞ്ഞു കേട്ടു. ഭക്ഷണം ഞാൻ നേരെ അവിടെ നിന്ന് പാച്ചല്ലൂർ നിന്ന് ഒരു ബസ് പിടിക്കുക, ശ്രീപത്മനാഭയിലോ കൃപയിലോ അവിടെയൊക്കെ വന്നിട്ട് പടം കണ്ടിട്ട് നമ്മുടെ ആ ലൂസിയുടെ ഓപ്പോസിറ്റിലൊരു കമ്പിപ്പടിയുണ്ട്, അവിടെ എങ്ങനെ നിൽക്കും. സിനിമാ സ്വപ്നങ്ങളാണ് മൊത്തം. ലൂസിയയിലോട്ടാണ് നോട്ടം. ഇവിടെയൊക്കെ എന്ന് താമസിക്കാൻ പറ്റും. നമ്മുടെ പഴയ സാജൻ്റെ അപ്പോൾ ഒരു 9:45 പൂവാർ വിഴിഞ്ഞം ബസ് വരും. അതേ കയറി മുഴുവൻ മീനിൻ്റെ മണമുള്ള കമ്പി, കാരണം മുഴുവൻ മീൻകരാണ്. അപ്പോൾ ഈ മീനിൻ്റെ മണമുള്ള കമ്പിയിൽ പിടിച്ച് ആ ഫുൾ മീനിൻ്റെ മണമായിരിക്കും ബസ്സിൻ്റെ. അതിൻ്റെ അകത്തുനിന്ന് സ്വപ്നം കണ്ട് ആണ് സിനിമ തുടക്കം. അതൊരു കാലം. മനോജിന് ക്ലാസ് എടുക്കാൻ വന്ന പലർക്കും മനോജിലുള്ള ഒരു നടനെ തുടക്കത്തിലെ തിരിച്ചറിയാൻ കഴിഞ്ഞു, കണ്ടെത്താൻ കഴിഞ്ഞു. അതെ, അതിൻ്റെ ഉദാഹരണം ആദം അയ്യൂബ് സാർ, എൻ്റെ ആദ്യത്തെ ഗുരുദാസൻ എന്ന് വേണമെങ്കിൽ പറയാം. അയ്യൂബ് സാറ്, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് ഇവിടെ കണ്ടു, ഇവിടെ ഒരു സർജറി നടന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സും പരീക്ഷയൊന്നും ഞാൻ എഴുതാൻ നിന്നില്ല. ഒരു 4 മാസം മുമ്പ് ഞാൻ അവിടെ നിന്ന് പോന്നു. എനിക്ക് വിഷമമുണ്ട്, ഇത്രയും പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ലല്ലോ. ഞാൻ വന്ന് ഈ സർജറി കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുമ്പം അയ്യൂബ് സാറിനെ വിളിക്കുന്നു. മനോജ് ഇവിടെ റാങ്ക് ഹോൾഡർ നാസറാണ്, ഡോക്ടർ നാസറാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. മനോജ് എഴുതാൻ പറ്റിയില്ല, കുഴപ്പമില്ല, പക്ഷെ നല്ലൊരു അവസരം വരുന്നു. ഞാനൊരു സീരിയൽ സംവിധാനം ചെയ്യാൻ പോകുന്നു, മനോജാണ് അതിൽ നായകൻ. ഞാൻ ഞെട്ടി. എടാ ഞാൻ പരീക്ഷ പോലും എഴുതാന്നില്ല, എനിക്ക് റാങ്ക് പോലും ഒന്നുമില്ല, ഇത് കൊള്ളാലോ പരിപാടി. ഇപ്പം സാറ് ഭയങ്കര സന്തോഷത്തിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഈ കുമളകൾ സീരിയലിലേക്ക് എത്തപ്പെടുന്നത്. കുമളകൾ സീരിയൽ എൻ്റെ ഒരു ആദ്യത്തെ ഒരു ബ്രേക്കാണ് തീർച്ചയായിട്ടും. ആദം അയ്യൂബിന് എന്തോ പറയാനുണ്ട്? ശരി സാർ. മനോജ് ആദ്യമായിട്ട് ക്യാമറയെ അഭിമുഖീകരിച്ചത് കുമളകൾ എന്ന സീരിയലിന് വേണ്ടിയല്ല. ആ കാലത്ത് തിരുവനന്തപുരം ദൂരദർശനിൽ പ്രതിമാസ ഹിന്ദി പരിപാടി ഉണ്ടായിരുന്നു, ദർപ്പൺ എന്ന പേരിൽ. ഞാൻ ആ പരിപാടിയുടെ അവതാരകനായിരുന്നു അന്ന്. ആ പരിപാടിയിൽ ഒരു ഹിന്ദി ദേശഭക്തി ഗാനം ആലപിക്കാൻ വേണ്ടിയാണ് മനോജിനെ ഞാൻ ആദ്യമായിട്ട് ദൂരദർശനിൽ കൊണ്ടുപോവുകയും അന്നാണ് മനോജ് ആദ്യമായിട്ട് ടെലിവിഷൻ ക്യാമറയെ അഭിമുഖീകരിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് പിന്നെ സീരിയലിലൊക്കെ ഉണ്ടായത്. മനോജിനേക്കാളും മനോജിൻ്റെ കാര്യം നിശ്ചയം ഇവരെ അല്ല, ഇത് ഞാൻ അഭിനയരംഗം പറഞ്ഞു. അഭിനയമല്ല, ഇത് പാടാൻ വേണ്ടി വിളിച്ച. അന്ന് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാവശ്യം പാടുന്ന ഒരു ഇമേജ് എനിക്കുണ്ട്. അപ്പോൾ സാർ ഈ പറഞ്ഞ പോലെ ഏതോ സ്വാതന്ത്ര്യദിനത്തിന് വേദനാന്ന് തോന്നുന്നു, ദേശഭക്തിഗാനമാണെന്ന് മനോജ് പാടിയത്. എനിക്ക് ലൈൻ ഓർമ്മയില്ല, ട്യൂണിങ്ങിന് ഇങ്ങനെ ഒരു സാധനം. അപ്പം 4 പേരിങ്ങനെ നിരന്ന് പാടും, ഒരേ യൂണിഫോം ഒക്കെ ഇടാം. ദൂരദർശനം അങ്ങനെയാണല്ലോ, ജുബ്ബ ഇതിട്ട്. ഞാനിത് വരുന്നതെന്ന് നമ്മുടെ ആയുർവേദ കോളേജില്ലേ, ആയുർവേദ കോളേജിൻ്റെ ഓപ്പോസിറ്റ് TV ഷോറൂം. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉള്ളൂ, കളറായിട്ടില്ല. ട്രിവാൻഡ്രത്തും കോട്ടയത്തും കാലിക്കട്ടും മാത്രമേ TV കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ട് പോയി ആ വഴി സൈഡിൽ പോയി ഇങ്ങനെ നോക്കാം, ആദ്യമായിട്ട് TV വരുന്നതല്ലേ. ഇടയ്ക്കിടയ്ക്ക് 1-2 ക്ലോസപ്പൊക്കെ ഒന്ന് പോയി ഹാപ്പി. അങ്ങനെ സാറ് പറഞ്ഞത് ശരിയാണ്. അതിലൂടെ പക്ഷേ അഭിനയരംഗം എന്ന് പറയുന്നത് സാറിൻ്റെ സീരിയലാണ്, മറ്റേതൊരു പാട്ടാണ്. ശരി, ആദ്യമായിട്ട് ക്യാമറ അഭിമുഖീകരിച്ചത് ഈ ദൂരദർശൻ്റെ ഈ ക്യാമറയിലാണ്. സാറിൻ്റെ സീരിയലിലേക്ക് അഭിനയിക്കാൻ പോകുമ്പോൾ മനോജ് ചിന്തിച്ചു ഇതൊരു പക്ഷേ വെള്ളിത്തിരയിലേക്കുള്ള
ഒരു പ്രവേശന കവാടമായിരിക്കും? ഈ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാണികളും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും മറ്റേ അയൂബ് സാറും ഒക്കെ എന്നെ ഒരു പ്രതീക്ഷ തന്നിരുന്നു. ഈ സീരിയലിൽ വെളിവന്ന മനോജിന് ഗുണമുണ്ടാവും, കാരണം നന്നായി ചെയ്തു വരുന്നുണ്ട് എന്നുള്ളൊരു പേര് അവിടെ സെറ്റിൽ മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ, എവിടെയോ ഒരു ചെറിയ തിരുനാളം എവിടെയോ കത്തി. അന്നത്തെ ആ സീരിയലിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പം മനോജിന് കാണാൻ പറ്റുമോ? ഉണ്ടോ? താങ്ങാൻ പറ്റുമോ അത് കാണുമ്പോൾ? ഒരു രക്ഷയില്ല. ഒരിക്കലും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരിക്കലും ഭാര്യയൊന്നും കാണിച്ചേക്കരുത്. ഒരിക്കലും കണ്ടാ ഇപ്പം ഇന്ന് ഡിവോഴ്സ് ആകുമോ? ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ അത് കാണാൻ. എൻ്റെ ഏറ്റവും നല്ല സർഗമോ അല്ലെങ്കിൽ പഴശ്ശിരാജയെ കാണുന്നതിനേക്കാൾ ഇപ്പോൾ കാണാൻ എനിക്കിഷ്ടം കുമളകൾ സീരിയൽ തന്നെയാണ്. മനോജിൻ്റെ സിനിമാ മോഹം വളരുകയായിരുന്നു. ഒരുപക്ഷെ മനോജിനെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞു വെച്ചാൽ മറ്റ് പല നടന്മാരെക്കാളും കുറച്ചും കൂടി കാൽക്കുലേഷൻ ഉള്ള നടനാണ് മനോജ് എന്ന് പറയും. കണക്കുകൂട്ടലുകളിൽ അത്ര മോശക്കാരനാണ്. കണക്കൂട്ടൽ തെറ്റിട്ടാതെ വരുമ്പോൾ വിധിയെ പഴിക്കുമെങ്കിൽ പോലും കണക്ക് കൂട്ടുന്നതിൽ കണക്ക് കൂട്ടാൻ മോശക്കാരനല്ല മനോജ്. ശരിയായിരിക്കും. ഇപ്പം ഞാനൊരു 1.5 മാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ അധികം വർക്ക് എടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന സിനിമകൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം. ഒരുപാട് ഒരാഴ്ചയിൽ 4-5 കഥ ഞാൻ കേൾക്കാറുണ്ട്, പക്ഷെ ഒന്നും കമ്മിറ്റ് ചെയ്യാറില്ല. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ട, ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് അതിന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണം എന്നുള്ളൊരിതിലാണ്. ആദ്യം മമ്മൂട്ടിയെ പരിചയപ്പെടാൻ പോയില്ലേ? ഇല്ല, മമ്മൂക്കെ പരിചയപ്പെട്ട രസമാണ്. ഈ പറഞ്ഞ ഈ അലിയുടെ പടമില്ലേ, മാമനകളൊക്കെ പറഞ്ഞത്, ഇതിൻ്റെ ഡബ്ബിങ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ നടക്കുമ്പോൾ, ഇറങ്ങാത്ത പടത്തിൻ്റെ ഡബ്ബിങ് നടക്കുമ്പോൾ അടൂർ സാറിൻ്റെ മതിലുകൾ മമ്മൂക്ക അകത്ത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മമ്മൂക്ക ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾ ഈ അത്തപ്പാടികൾ അകത്തോട്ട് കയറാൻ. ഞങ്ങളിങ്ങനെ വെളിയിൽ അഭയാർത്ഥികൾ നിൽക്കുന്നവർ നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ മമ്മൂക്ക ഇടവേളയിൽ എപ്പോഴും വന്ന് അവിടെ സീറ്റിലിരുന്നിട്ട് ഒരു ബീഡിയൊക്കെ വലിച്ച് ഇങ്ങനെയൊക്കെ ഞങ്ങളൊരു 7-8 പേരോടെ ഇങ്ങനെ നേരെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് നിൽക്കാൻ പറ്റുമോ, ഒന്ന് പരിചയപ്പെടായിരുന്നു പറഞ്ഞു. അപ്പോൾ സീരിയൽ ഓൾറെഡി വന്നു തുടങ്ങി. പുള്ളി ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ എന്നാ നിങ്ങൾ അടുത്ത് വന്നു, നിങ്ങൾ ആ കുമളകൾ സീരിയൽ വരുന്ന ആളല്ലേ? ഇദ്ദേഹം അത് അന്ന് കണ്ടിരിക്കുന്നു. അപ്പം മമ്മൂക്കയുടെ കാൽക്കുലേഷൻ, മമ്മൂക്ക ആരാന്ന് ആലോചിച്ച് നോക്കി. ഈ കുഞ്ഞു സീരിയൽ മമ്മൂക്ക അന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ആരാണ് മുതലേ? ഞാൻ പറഞ്ഞു അതെ സാർ, ഞാൻ ഞെട്ടിപ്പോയി. മമ്മൂട്ടി ഇതൊക്കെ കാണുമോ? അതെ സാർ, അത് കൊള്ളാൻ കേട്ടോ, നിങ്ങൾ കൊള്ളാം, നന്നായിട്ടുണ്ടോ? ഇതിൽ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ആദ്യത്തെ അവാർഡാണ് മമ്മൂക്കയെ പോലുള്ള ആക്ടർ ഇങ്ങനെ എന്നെ ആ സീരിയൽ കണ്ടിട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെയാണ് മമ്മൂക്ക എന്നെ വിളിച്ച് പരിചയപ്പെടുമായിരുന്നു. അപ്പം ഞാൻ സാർ ഇന്നയാളുടെ മോനാണ്. ഓ അത് ശരി, എനിക്കറിയാം, പിന്നെ ഒരു വളരെ ഫേമസ് അല്ലേ, എനിക്കറിയാം. അങ്ങനെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞു. വല്ല ഉപദേശം തന്നോ? ഉപദേശമൊന്നുമില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊള്ളാം, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര അംഗീകാരമായിപ്പോയി. ഇതൊക്കെ പിന്നീട് മമ്മൂട്ടിയോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറയാറുണ്ടോ? ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. പുള്ളി പിന്നെ അത്ര കാര്യമായിട്ട് നടക്കാറില്ല. പുള്ളി അത് കഷ്ടമായിട്ട് ഓ ശരി അങ്ങനെയാണ് അങ്ങനെ കറക്റ്റ്. മനോജിന് മിമിക്രി വശമുണ്ടോ? ഇപ്പോൾ പറഞ്ഞപ്പോൾ മമ്മൂക്ക പറയണ പോലെ തന്നെയാണ്. ഒരു കാരിക്കേച്ചർ പോലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നല്ല, പക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് പെരുന്തച്ഛനാണ് സിനിമയിലെ ഫസ്റ്റ് ബ്രേക്ക്. സന്തോഷ് ശിവൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ മനോജ് കെ ജയൻ തിമിർത്ത് അഭിനയിക്കുന്നു. താങ്ക് യു. മനോജ് എനിക്ക് തോന്നുന്നൊരു നടൻ നിലയിൽ കോൺഫിഡൻസ് കിട്ടിയത് ഈ പെരുന്തച്ഛനിലൂടെയാണ്. പെരുന്തച്ഛനിൽ അവിടെ ചെല്ലുമ്പോഴൊന്നും ഞാൻ ആ സിനിമയിൽ ഉണ്ടാവുന്നത് യാതൊരു ഊഹമില്ല. ഭാവചിത്ര ജയകുമാർ എന്നെ ഫോണിൽ വിളിക്കുന്നു, മനോജ് നിങ്ങളെ എനിക്ക് പരിചയമില്ല, അപ്പോൾ ഞാൻ കോട്ടയത്താണ്, നിങ്ങൾ എൻ്റെ സിനിമ നടക്കുന്നു ഇവിടെ, പെരുന്തച്ഛൻ എന്നാണ് സിനിമയുടെ പേര്, MT സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോഴേ ഞെട്ടി. അപ്പം ഞാനത് ഈ പറഞ്ഞാൽ ഒരു ചെറിയ 2 മറുപുറം അനന്തവൃത്താണ്, ഈ 2 സിനിമകൾ കുഞ്ഞു വേഷം ചെയ്തിരിക്കുക. അപ്പം നിങ്ങളെക്കുറിച്ച് ഈ കുമളകൾ സീരിയലിലാരൊക്കെ കണ്ട് നിങ്ങളെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്തു, നിങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വേറെ ഒന്നുമല്ല, ഇവിടെ അശോകനെ ഇടണമെന്നോ നാനാ പടേക്കർ വരെ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. MT സാർ അതാണ് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ 1-2 പേര് പറഞ്ഞു, അയാൾ കൊള്ളാം തോന്നുന്നു. ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നാനാ പടേക്കർ ചെയ്യാനിരിക്കുന്ന സാധനമാണ്. പിന്നെ അശോകനും, മലയാളത്തിൽ നിന്ന് അശോകനും. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ വരാം സാർ, എവിടെ വരണ്ടേ? മാംഗ്ലൂർ വരൂ, പെട്ടെന്ന് വരൂ. ട്രെയിൻ കയറി ഞാൻ വീട്ടിൽ പറഞ്ഞു ആരോടും പറയരുത്, ഞാൻ ഇങ്ങനെ ഒരു പടത്തിന് പോവാണ്, കാരണം പോയിട്ട് തിരിച്ചു വന്ന പ്രശ്നമല്ലേ. ഈ അവസ്ഥയിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും 3 ദിവസം വെയിറ്റ് ചെയ്തു. MT സാർ വരണം,
MT സാർ വരാതെ ഈ ക്യാരക്ടർ ഫിക്സ്, കാരണം എത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. സാറ് വന്നാലേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സാറാണ് വന്നിട്ടുമില്ല. ഞാൻ 3 ദിവസം അവിടെ കഴിഞ്ഞു. അപ്പം മോനിഷ അവരൊക്കെ എല്ലാവരും ഉണ്ട്. രാവിലെ അവർ ഷൂട്ടിങ്ങിന് ഞാനിങ്ങനെ റൂമിൽ കുത്തിയിരിക്കുക. 3-ന് അന്ന് MT സാർ വരുന്നില്ല. ആ ക്യാരക്ടർ അതിൻ്റെ സീൻ നാളെ തുടങ്ങുകയും വേണം. സാറ് പതിയെ എത്തിക്കോളും, നിങ്ങളങ്ങ് സെലക്ട് ചെയ്തോ എന്നുള്ളൊരു സാറ് പറഞ്ഞെന്ന്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ നെടുമുടി വേണുചേട്ടനും അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ണിനാരായണനും ഡയറക്ടർ അജയനും ഇവിടെ ഒരു റൂമിൽ ഇരുന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിപ്പിക്കുന്നു. ഇതിലെ ഞാൻ ചെയ്യേണ്ട ഒരു സീൻ, ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു സീൻ വേണുവേട്ടൻ ഞാനുള്ള കോമ്പിനേഷൻ അതവിടെ ആ റൂമിൽ അവതരിപ്പിക്കാൻ പറയുന്നു, ചെയ്യാൻ പറയുന്നു. ഇവർക്കങ്ങ് ഇഷ്ടപ്പെട്ടു ചെയ്ത വഴിക്ക്. അപ്പോൾ ഇവർ തമ്മിൽ ചെറിയ പിറുപിറുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം കയറി പറ്റുമോ, ക്ലച്ച് പിടിച്ചോ സംഭവം പറഞ്ഞ പോലെ തന്നെ. നിങ്ങളെ രാവിലെ ഷൂട്ടിംഗ് ഉണ്ട്, അറിയാമല്ലോ ക്യാരക്ടർ മുഴുവൻ മുടി എടുക്കണം. ഞാൻ ഭയങ്കര സ്റ്റൈലായിട്ട് അക്കാലത്തെ എനിക്കന്ന് എൻ്റെ അവസ്ഥ എന്ന് പറയുക, എനിക്ക് ഈ റൊമാൻറ്റിക് വേഷങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു പൈങ്കിളി സാധനമൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റാർ ആവണം എന്നുള്ളതേ ഉള്ളൂ. എനിക്കിങ്ങനെ ഒരു വളരെ സീരിയസ് ക്യാരക്ടറായിട്ട് ഇത്രയും ഡെപ്തുള്ള ക്യാരക്ടറായിട്ട് വരണമെന്നില്ല. അപ്പം മുട്ടയടിച്ചോളാൻ പറയുന്നു. ഞാൻ താഴെ പോയി മുട്ടയടിച്ച് മാംഗ്ലൂർ ആ കുന്താപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബാർബർ ഷോപ്പിരുന്ന് ഞാൻ തകർന്നു മാനസികമായിട്ട്. ഇത്രയും നല്ല മുടി മുഴുവൻ വടിച്ചിറക്കല്ലേ. നേരെ ചെന്നു. മോനിഷയൊക്കെ അതുവരെ കണ്ടുകൊണ്ടിരുന്ന എന്നെ മനസ്സിലാവുന്നില്ല. തലേദിവസം വരെ കണ്ടിരുന്ന ഈ മുടിയൊക്കെ പോയ ആളെ. അപ്പം ഞാൻ എന്നെ ആളാണ്, ഇന്നലെ കണ്ടില്ല. നിങ്ങൾ ക്യാരക്ടർ ഓക്കെ കിട്ടിയോ? ഞാൻ കിട്ടി, നാളെ മുതൽ ഷൂട്ടിങ്ങാന്ന് പറഞ്ഞു. പിന്നെ അവരൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയി. പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്. അവിടെ മറ്റേ ഒരു ഭൂമി നോക്കാൻ വരുന്ന ഭൂമി പൂജ എടുക്കുന്ന സീനാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ MT സാർ അവിടെ ഇരിക്കുന്നു. അവിടെ മാറിയിരിക്കുക, വീഡിയോയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇട്ടുണ്ട്. അപ്പം എനിക്കുള്ള കോൺഫിഡൻസോടെ പോകുന്നുണ്ടോ എന്ന് സംശയം. കാരണം സാറിന് മുമ്പ് അഭിനയിക്കില്ല, ആദ്യത്തെ സീനുമാണ്. ഇതെങ്ങാനും കുഴപ്പമായി അന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. അങ്ങനെ ഈ സീൻ കഴിഞ്ഞു. സാറ് എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, ഇത് നല്ലൊരു ക്യാരക്ടറാണ്, വളരെ സൂക്ഷിച്ച് ഞാനിന്ന് തിരിച്ചു പോവാണ്, ഞാനൊരു 4-5 ദിവസം കഴിഞ്ഞ് വീണ്ടും വരും, നന്നായി ചെയ്യുക, ഓൾ ദി ബെസ്റ്റ്, ഒരു അനുഗ്രഹമൊക്കെ തന്നു. സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആ സിനിമ ചെയ്തു തീർത്തത്. അത് സാർ പറഞ്ഞ പോലെ എൻ്റെ അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ ബ്രേക്ക്. ആ സിനിമയില്ലെങ്കിൽ ഞാൻ സർഗത്തിലെത്തില്ല, അല്ലെങ്കിൽ മണിരത്നത്തിൻ്റെ തളപതിയിലേക്ക് എത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ പാതകൾ കിട്ടി. ആ സിനിമയ്ക്ക് ശേഷം തമിഴിലേക്കാണ് പോയത്. നേരെ തമിഴിലേക്ക് പോയത്, തളപതിയിലേക്ക് പോയത്. വലിയൊരു പ്രോജക്റ്റായിരുന്നു. വലിയ പ്രോജക്റ്റ്. ചിന്തിക്കാൻ പറ്റും, ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് മണിരത്നൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ അന്ന് അതൊരു ഭാഗ്യം, എൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം, ദൈവാധീനം ഒക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനോജ്, കോട്ടയംകാരൊക്കെ എന്തായാലും പറഞ്ഞപ്പം മനോജിനെ കുറിച്ച് മനോജ് അപ്പോഴേക്കും അവന്മാരൊക്കെ ഞെട്ടി. ചുമ്മാ സാധാരണ രീതിയിൽ വലിക്കുന്നവന്മാരവന്മാര്, പക്ഷെ ഇതിങ്ങനെ ക്ലച്ച് പിടിച്ചു പറഞ്ഞപ്പോൾ ഇവരൊന്നും പ്രതീക്ഷിച്ചിരുന്നേ. ഒന്നാമത് ഞാൻ അവിടെ ഒരു പബ്ലിക് സ്റ്റേജിലോ സ്കൂളിലോ ഒരു പെർഫോമൻസും ഒന്നിനും പോകാത്തെടുത്ത് കോട്ടയംകാര് അവനെ പോകാൻ പറ, പേയല്ലേ അവൻ എന്നല്ലേ പറയാ, അങ്ങനല്ലേ പറയാ കോട്ടയംകാര്. ഗ്ലാസ് താത്തിട്ട് പോയാൽ അവൻ്റെ പോക്ക് കണ്ട് ഇവർ രോഗം മുഴുവൻ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്, പുതിയ വണ്ടി മേടിച്ചെന്നുള്ളത്. ഇനി ഗ്ലാസ് കയറ്റിട്ട് പോയാൽ ഇവനൊക്കെ ഒന്ന് ഗ്ലാസ് കാത്തിട്ടൂടെ? ഇത് എന്ത് വിഴുങ്ങോ? ആരും പിടിച്ച് വിഴുങ്ങോ? ഒന്നും വയ്യ. അതുകൊണ്ട് ക്ലാസ് ഉണ്ടാക്കാറില്ല, പൊക്കാറുമില്ല. കോട്ടയത്ത് പോകും, ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ വളരെ. അപ്പോൾ ആ ഒരു കോട്ടയത്ത് നിന്ന് മനോജ് ക്ലച്ച് പിടിക്കുമ്പോൾ ആ പഴയ കോട്ടയം കമ്പനിയൊക്കെ ഞെട്ടിട്ടുണ്ടാവും. എല്ലാം ഞെട്ടിയത്. അവർക്കും ഒരു ഐഡിയ കിടത്തില്ല, ഇവനെങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നു, എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, നേരത്തെ എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, ഇവനിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം പ്രതീക്ഷിക്കണ്ടേ? അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അവർ. അതുവരെ മനോജിനെ അവർ കണ്ടിരുന്നത് അവിടെ എന്തോ മറ്റേ ചില്ലറ ഗാനമേളയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളായിട്ടില്ലേ? ഒരൊറ്റ ഗാനമേ നടത്തിയുള്ളൂ, അതോടെ പടി നിർത്തി. അത് പുതുപ്പള്ളിയിൽ നിന്ന് അടി കിട്ടിയോ? അടി കിട്ടിയില്ല, എൻ്റെ കൂടെ വന്നതിന് അടി കിട്ടിയ മഞ്ചാണ്ടി സാർ എന്തായാലും ഇത് കേൾക്കണ്ടേക്കാലും. പുതുപ്പള്ളി പെരുന്നാള് ഇങ്ങനെ ഒരു സൂചിട്ട വീഴത്തില്ല. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവനാ, ഇവൻ വിളിച്ച് അവനൊരു ധൈര്യത്തിന് വേണ്ടിയായിരിക്കാം, എടാ നീ നന്നായിട്ട് പാടില്ലേ, എടാ നിനക്ക് പാടാ, ഈ വോയിസ് ഓഫ് കോട്ടയം എന്നൊരു ഗാനമേള ട്രിപ്പ് തുടങ്ങുകയാണ്, ഞാനതിൽ പാടുകയാണ്, നിനക്ക് 2 പാട്ട് പാടുക. ഇവൻ പറഞ്ഞ് ഇളക്കി അവസാനം ഞാനതിൽ പോകുന്നു. പ്രോഗ്രാം തുടങ്ങുന്നു. ഞാൻ പാടുന്ന പാട്ട് ഒന്ന് ദേവദാരു പൂത്തു, അത് ഓർമ്മയുണ്ടോ? പഴയ വലിയ ഹിറ്റ് പാട്ടാണ്. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂ
പൂത്ത നിശീഥിനിയിൽ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഈ പാട്ട് ആദ്യത്തെ പാട്ട് കൈയടിച്ചു ആൾക്കാര്, പുതുപ്പള്ളിക്കാര് അന്ന് കൈയടിച്ചു. എനിക്ക് ഞാൻ രക്ഷപ്പെട്ടു സാർ, ഞാൻ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ പാട്ട് വേറൊരു അന്നത്തെ എനിക്കൊന്ന് ആട്ടക്കലാശം എന്ന സിനിമയിലെ മോഹൻലാൽ ഹീറോ ആയിട്ടുള്ള പടം. അതിലെ ഒരു വേറെ ടൈപ്പ് സോങ്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. നാണമാകുന്നു മേനി നോകുന്നു എൻ്റെ കണ്ണിൽ മുള്ളു കൊള്ളുമ്പം, ഓലപ്പീലികൾ വെറും നീലച്ചായയിൽ ചേർന്നിരിക്കാൻ പോരുമ്പം തോന്നുമ്പം, നാണമാകുന്നു മേനി നോകുന്നു എൻ്റെ കണ്ണിൽ മുള്ളു കൊള്ളുമ്പം. ഈ ഇത് രണ്ടും ഞാൻ പാടിക്കഴിഞ്ഞു. ഇവന്റെ ഊഴമായി, ഇവൻ കേറുന്നു. ഇവനപ്പൊ അന്നത്തെ അവന്റെ നമ്പർ എന്താണ്? അവന്റെ നമ്പർ അതിനേക്കാൾ ഭീകര നമ്പരാ. അന്ന് മമ്മൂക്ക പാടി അഭിനയിച്ച പാട്ടാണ്. ഏതറിയോ? മാനേ മധുര കരിമ്പേ മലർത്തേനെ മദനക്കുഴമ്പേ ഒന്നു വന്നാട്ടെ തന്നലല്ല നാണമെന്തേ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുര. ഈ പാട്ട് എനിക്കറിയില്ല, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. ഇവൻ കയറി പാടി. ഇവനൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഇച്ചിരി ഡാൻസും കാര്യങ്ങളും ഇത് ആൾക്കാർക്ക് പിടിച്ചില്ല. സംഗതി കൂട്ടിയിട്ടു എല്ലാം കൂടെ കൂവലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അതായത് ഒന്നും കേൾക്കത്തില്ല പാട്ട്. എനിക്ക് എൻ്റെ 2 പാട്ടും പാടിക്കഴിഞ്ഞു. ഇവനാകെ വേർത്തൊലിച്ച് ഈ പാട്ട് കഴിഞ്ഞോടെ ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ പാട്ട് പാടുന്നില്ലേ, അതിനി പറഞ്ഞൊന്ന് ഞാൻ ആലോചിച്ചിട്ടിരിക്കുക. പ്രശ്നമാവും തോന്നുന്നു. അങ്ങനെയാണ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. കാരണം അപ്പോഴത്തേക്ക് ഇവനെ തല്ലണം, അതാണ് ഭയങ്കര കുഴപ്പമായി. അപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, അവൻ സ്കൂട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ സ്കൂട്ട് ചെയ്തത് എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തു ചേട്ടാ എത്രയും ഇവിടുന്ന് കുഴപ്പമാണ്, ഇവനെ തല്ലണം എറിയണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നിൽക്കുക. തലയിൽ തുണിയിട്ട്, ഇവൻ്റെ തലയിൽ കൂടെ തുണിയിട്ട് ഞാൻ ഈ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കില്ല, കാട്ടിനിടയിൽ കൂടെ പോകുന്ന ഇങ്ങനെ പോയി ഉരുകുന്ന ജന, ലക്ഷക്കണക്കിന് ജന. ഒരു ഓട്ടോ സ്റ്റാൻഡ് കിട്ടി, ചാടിക്കയറി ഓട്ടോയ്ക്കകത്ത് കയറി ആശ്വാസമായി. ഇവനെ നടുക്കിരുത്തി, സേഫ് സുരക്ഷിത വലയം നടുക്കിരുത്തി. ഞാൻ അപ്പുറത്ത്, ഇവൻ മെഹബൂബ് എന്ന് എൻ്റെ ഫ്രണ്ട് ഇപ്പുറത്ത് ഇരുത്തി. വണ്ടി ഇങ്ങനെ കുറച്ച് പോയിക്കൊണ്ടിരിക്കുക. അതായത് മരിച്ച വീട്ടിലെ അവസ്ഥയാണ് വണ്ടിക്കകത്ത്. ഓട്ടോക്കാരനോട് ചുമ്മാ ഒരു അഭിപ്രായം ചോദിക്കാം, ഗാനമേള എങ്ങനെയുണ്ട് ചേട്ടാ? ഒരു കാര്യമില്ല, നമുക്ക് ഒരു കാര്യമില്ല, അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. ചേട്ടാ ഗാനമേള എങ്ങനെയുണ്ട്? ഗാനമേളയ്ക്ക് കൊള്ളാം, പക്ഷെ ഒരു ഡാഷ് മോൻ പാടി. അപ്പോഴത്തേക്ക് ഇവനൊരു നോട്ടം, എല്ലാ കാര്യമുണ്ടോ ഇപ്പം ഇത് ചോദിക്കണ്ടേ? ഒരു 4 തെറി പുള്ളി. അവനെ എൻ്റെ കൈ കിട്ടിയാൽ, അവൻ കൂച്ചിക്കെട്ടി തെറി പറയും. അവനെ എൻ്റെ കൈ കിട്ടിയാൽ അവനെ ശരിയാക്കും. സമാധാനമായി. അങ്ങനെ ആ ട്രിപ്പ് അവിടെ ഗാനമേള ജീവിതത്തിൽ ഒന്ന് നടത്തി. ഈ പറഞ്ഞ പെരുന്തച്ഛനൊക്കെ കഴിഞ്ഞു. അപ്പം വീണ്ടും മനോജിനെക്കുറിച്ച് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നു, ആസ്വാദകർ ചർച്ച ചെയ്യുന്നു. മനോജ് യഥാർത്ഥത്തിൽ ഉരുത്തിരിക്കുകയായിരുന്നു. മനോജിൻ്റെ തുടക്കമായിരുന്നു, വളരെ തുടക്കം. എല്ലാവർക്കും ഒന്നുകിൽ പേടി, അല്ലെങ്കിൽ പരിഹാസം. അത് രണ്ടുമല്ലാതെ ഇത്തിരി സ്നേഹം, അത് സർഗം. ഹരിഹരൻ എങ്ങനെയാണ് ഈ നടനെ കണ്ടെത്തിയത്? പെരുന്തച്ഛൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് മുമ്പിലുള്ള വാതായനം? അത് മാത്രമാണ്. സാറ് പിന്നെ ഒരു ചിത്രഭൂമിയിൽ, ആക്കാലത്ത് ചിത്രഭൂമിയിൽ എഴുതി എങ്ങനെ ഇദ്ദേഹത്തെ കണ്ടെത്തി എന്നുള്ള സാറ് തന്നെ എഴുതി. പെരുന്തച്ഛൻ എന്ന സിനിമ കണ്ടപ്പോഴാണ് മനോജ് കെ ജയനെ കുട്ടൻതമ്പുരാനാക്കാമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചതെന്ന് ക്ലിയറായിട്ട് എഴുതിയിരുന്നു. ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് ആ സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ വർഷം, പക്ഷേ അതിനേക്കാളും വലിയൊരു അവാർഡ് എനിക്ക് ഫീൽ ചെയ്തത്, ഇത് ഞാൻ 3 റിഹേഴ്സൽ കഴിഞ്ഞു. ഹരൺ സാർ ക്യാമറയ്ക്ക് പുറകിലിരിപ്പുണ്ട്, ഷാജി എൻകർ ക്യാമറ ചെയ്യുന്നു. 3ാമത്തെ റിഹേഴ്സൽ കഴിഞ്ഞപ്പം സാറിൻ്റെ തൊണ്ടയടറി, സാറിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ടേക്ക് ഒരു എടറി ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കത് കണ്ടപ്പോൾ ഞാൻ അന്തിച്ചു പോയി.
സാറിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഈ സീൻ എടുത്തത്. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് സാറിൻ്റെ ആ കണ്ണ് നിറഞ്ഞ് സാറ് ടേക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഷോട്ട് എൻ്റെ മനസ്സിൽ പോകുന്നു. കുട്ടൻ തമ്പുരാൻ എന്നുള്ള കഥാപാത്രത്തെ മനോജ് എങ്ങനെ ആവാഹിച്ചു തന്നിലേക്ക്? പക്ഷേ ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് അത് ഒരുപാട് നല്ല പാട്ടുകൾ മറ്റ് രംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മനോജിൻ്റെ ആ കഥാപാത്രം ഇങ്ങനെ വേറിട്ട് നിൽക്കുകയാണ്. മനോജിൻ്റെ കഥാപാത്രം പ്രസരിപ്പിച്ച ആ തീഷ്ണതയാണ് ഒരുപക്ഷെ ആ സിനിമയെ മുമ്പോട്ട് നയിച്ചതിൻ്റെ എൻജിൻ, ലോക്കോമോട്ടീവ്. എനിക്കറിയില്ല സാറ്, മിറാക്കിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. ഞാനതൊന്നും ഇതുപോലൊക്കെ ഉള്ള വളരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ രസകരമായിട്ട് പോകാൻ മനോജിൻ്റെ ആ നോട്ടമൊക്കെ, കീഴ്പോട്ടൊക്കെ ഉള്ളൊരു നോട്ടം, ആ നോട്ടവും ഇയാളുടെ കൈയും കാലും നീട്ടി വലിച്ച് നടക്കാവുള്ളൂ. എവിടെയെങ്കിലും പോയി ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇങ്ങനെ ചാരിയൊന്നും ഇരിക്കില്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. ബീഡി പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ ഇത്ര എത്തിക്കാവുള്ളൂ. ഇത്ര എത്തിച്ചാൽ സാറ് റോങ് കട്ട് ഇത്രയും ബന്ധം പറയാം, ഇങ്ങനെ പിടിക്കും. ഒരു 3 ഇഞ്ച് ഈ ഒരു കനത്തിൽ ഇത്ര പാടുള്ളൂ. ബീഡി എടുത്ത് കഴിഞ്ഞാൽ മൂക്കി കൂടെ പോകണം, വായിക്കൂടെ വിടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനറിസമുള്ള നമ്മുടെ കയ്യിലും നിൽക്കുന്നല്ല. എന്നെപ്പോലൊരു പുതുമുഖത്തിനൊന്നും ഒരിക്കലും കയ്യെത്തി പിടിക്കാൻ നോട്ടമൊക്കെ ഒരു പക്ഷേ ആരെങ്കിലും എവിടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു കഥാപാത്രം ഇതുപോലെ ശരൺ സാർ പറഞ്ഞു തന്നിട്ടുള്ള മാനറിസംസ് അങ്ങനെ ഞാൻ ഫോളോ അപ്പ് ചെയ്തു. കാരണം ജീവിച്ചിരുന്ന ക്യാരക്ടർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്യാരക്ടർ. അതുകൊണ്ട് അതിന് ഭയങ്കര ഒരു ജീവനുണ്ട്. ഈ ക്യാരക്ടർ ജീവിച്ചിരുന്ന ആളാണ്. മനോജ് ഈ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഈ സിനിമ കണ്ടപ്പോൾ മനോജിന് എന്താ തോന്നിയത്? ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നുണ്ട്. ഞാൻ തന്നെയാണോ? കാരണം എന്നാന്ന് വെച്ചാൽ എന്നിൽ ഇപ്പോൾ ആവാഹിച്ചത് എന്നിൽ നിന്നാണ്. സാറ് എന്നിൽ നിന്ന് എന്തോ ആവാഹിച്ചെടുത്തുകൊണ്ട് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സാധാരണക്കാരൻ കാണുന്ന പോലെ കാണുന്നുണ്ട്. ഇത് എങ്ങനെ ഈ ക്യാരക്ടർ, എന്തൊരു ക്യാരക്ടർ. ഞാനന്ന് ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ അത്ര സീരിയസ് അല്ല, ഈ പറയുമ്പോൾ ചെയ്യുന്നതല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും വിനീതും കൂടെ ഭയങ്കര തമാശകളും ചിരിയും കളിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചില ആക്ടേഴ്സൊക്കെ ഇല്ലേ, ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വേറെ മിണ്ടില്ല, പിന്നെ ആ കഥാപാത്രം നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെ ചിരിക്കാതിരിക്കുക, വല്ലതൊക്കെ വായിച്ച ആ കോൺസെൻട്രേഷൻ. അതൊന്നും എനിക്കതിലൊന്നും വലിയ കാര്യമൊന്നും തോന്നില്ല. അതായത് ആ സമയത്ത് ചെയ്യുന്നുള്ളതാണ്. ചിലർ പറഞ്ഞിട്ട് ഞാൻ ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നെ ഒരു 4 മാസം ആ കഥാപാത്രമായി തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു. അല്ല, അത് ചില ക്യാരക്ടർ ഈ സിനിമ കഴിഞ്ഞ് 10-40 ദിവസം ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ ഹാങ് ഓവർ ഉണ്ടാവും. അതല്ലാതെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ നമ്മളപ്പം മാറിയിരിക്കണം, അതാണ് ആക്ടർ. അല്ലാതെ അത് തന്നെ പിടിച്ചുകൊണ്ട് നടക്കുന്നതൊന്നും വലിയ സംഭവമൊന്നുമില്ല. ആക്ഷൻ പറയുമ്പോൾ മാത്രം കൊടുക്കാൻ കഴിയുന്നതാണ് ഒരു ആക്ടർ എന്ന് പറയുന്നത്. അല്ല അതിന് മുമ്പ് പക്ഷേ മനോജിൻ്റെ മാത്രം പ്രത്യേകത അത് എന്നറിയോ, ഈ മനസ്സ് റിലാക്സ്ഡ് ആയിരിക്കും. ഞാൻ കണ്ടുപിടിച്ചതാണ്, ഫുൾ റിലാക്സ്ഡ് ആയിരിക്കണം. അതിനുവേണ്ടി ഞാൻ ചെയ്ത പരിപാടി ഫുൾ ടൈം കോമഡി ആയിരിക്കും. അല്ല ഞാൻ അതും പിടിച്ചോണ്ട് ഇങ്ങനെ കുട്ടൻ തമ്പുരാൻ. തമാശയാണ് മനോജിൻ്റെ ഒരു കവചം. അത് നമ്മൾ തമാശകൾ ഉണ്ടാക്കുക, ആരെയെങ്കിലും കളത്തുക, ആരെയെങ്കിലും കളിയാക്കുക, ഒരുത്തനെ കിട്ടിയല്ല അവനെ റെഡിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ. ഓൺ ബ്രോട്ടപ്പിൻ കോട്ടയമാണല്ലോ, പിന്നെ വേറെ എവിടെ പോകണം? പിന്നെ എവിടെ പോകണം? ഈ തമാശയുടെയും കളിയാക്കലിൻ്റെയും ഹാർവാർഡ് സർവകലാശാലയല്ലേ കോട്ടയം? ഉയ്യോ, ഭയങ്കര കുഴപ്പക്കാരല്ലേ. പക്ഷെ കുട്ടൻ തമ്പുരാനെ കടഞ്ഞെടുത്ത ഒരു പ്രതിഭ. പക്ഷേ ഹരൻ സാറ്, ഹരിഹരൻ, മനോജിൽ നിന്ന് ഒരു ശില്പി ഒരു കല്ലിൽ നിന്ന് വലിയൊരു അത്ഭുതം മെനഞ്ഞെടുക്കുന്ന പോലെ മനോജ് എന്ന് പറഞ്ഞ ഒരു നടനിൽ നിന്ന് ഒരു കഥാപാത്രത്തെ ഇങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. ഹരിഹരനെ പോലും ഒന്നും മറക്കാൻ പറ്റുന്നില്ല. ഹരിഹരൻ എത്രയോ വർഷം കഴിഞ്ഞു, ഒരുപാട് സിനിമകൾ അദ്ദേഹം വീണ്ടും ചെയ്തു, പഴശ്ശിരാജ പോലുള്ള. പക്ഷേ എങ്കിലും കുട്ടൻ തമ്പുരാനെയും മനോജിനെയും ഹരിഹരൻ സാറിന് മറക്കാൻ പറ്റുന്നില്ല. സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പലരെയും ഞാൻ അതിനുവേണ്ടി ആലോചിച്ചു, പല ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തു, പലരെയും ഫോട്ടോഗ്രാഫ്സ് എടുത്തു. ആ സന്ദർഭത്തിലാണ് ഈ പെരുന്തച്ചൻ എന്ന് പറഞ്ഞ സിനിമ കാണാനിടയായിട്ട്. അപ്പോൾ അതിനകത്ത് 1-2 സീനിൽ ഒരു കക്ഷി ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചത് ആരാണ്? മനോജ് കെ ജയനാണ്, അതായത് ജയൻ്റെ മകൻ. ഓ, അന്ന് ഫോട്ടോ തന്നിട്ടുള്ള ആ കക്ഷിയാണെന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ പോയി ആ ഫോട്ടോ ഒക്കെ നോക്കി. അപ്പോൾ ആ ഫോട്ടോ അന്ന് തന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മനോജിനെ കുറിച്ചൊരു മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ അയാളുടെ മുഖത്തുണ്ടായിരുന്നു. മനോജ് വർഷം എത്ര കഴിഞ്ഞു, പിന്നെ അയ്യോ സാക്ഷാൽ ഹരിഹരന് പോലും കുട്ടൻ തമ്പുരാനെ കൈവിടാറായിട്ടില്ല. ഞങ്ങൾക്ക് ഈ അഭിമുഖത്തിൽ ഹരിഹരൻ സാറിനെ കൊണ്ടുവരണമെന്നുള്ളൊരു വാശിയായിരുന്നു.
അത് മനോജ് എന്ന നടനോട് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു പ്രണാമത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ്. അദ്ദേഹം വന്ന് ഈ പരിപാടിയിൽ സംസാരിക്കുന്നില്ലെങ്കിൽ ഈ അഭിമുഖം മുഴുമിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കറിയാം. എനിക്ക് ഇതിന് സ്പെഷ്യൽ താങ്ക്സ് സാറിനോടാണ്. ഹരൺ സാർ ഇല്ലാതെ എൻ്റെ എന്ത് ഇൻ്റർവ്യൂ, ഞാൻ ആരുമല്ല. ഹരിഹരൻ സാറിൻ്റെ ഈ വലിയ ഗോൾഡൻ വേർഡ്സാണ്. അത് ഞാൻ തന്നെ മുമ്പ് പറഞ്ഞു, പെരുന്തച്ചൻ കണ്ടിട്ടാണ് ഇങ്ങനെ വിളിച്ചെന്നൊക്കെ. അത് സാർ അത് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞില്ലേ. എൻ്റെ അപ്പോഴേക്കും മൂപ്പറുടെ കയ്യിൽ മനോജിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അല്ല, അത് അച്ഛൻ പണ്ടെപ്പോഴോ കൊടുത്തിരുന്നു. പക്ഷെ അതൊക്കെ കണ്ട് സാറൊന്നും അതൊക്കെ ഫോട്ടോ കണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെ. പക്ഷേ ഈ പെരുന്തച്ചൻ കണ്ടപ്പോഴാണ് സാറിന് അങ്ങനെ തോന്നിയെന്ന് എഴുതിയിരുന്നു. അന്ന് മുട്ടയടിച്ച് വെറുതെ ആയില്ല മനോജ്. മുട്ടയടിച്ചത് ഇത്രയൊക്കെ സംഭവിക്കുന്ന കരുതി എന്ന് വിചാരിച്ചിട്ട് ഇനി വല്ല നടന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പോയി മുട്ടയടിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അത് മനോജ് കെ ജയൻ തല മുട്ടയടിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാവുള്ളൂ. മനോജിൻ്റെ സൗഹൃദങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് പരാമർശിച്ചു പോയൊരു കാര്യമാണ്. സിനിമാ വ്യവസായവുമായിട്ട് കുറച്ചൊക്കെ ബന്ധമുള്ള ആളാണ് ഞാൻ. പല ആൾക്കാരെ അറിയാം, മനോജിനെ പോലെ ആൾക്കാർ. അപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒറ്റയാനാണ് ആണല്ലേ, അങ്ങനെയൊന്നും വഴങ്ങില്ല. എല്ലായിടത്തും ഉണ്ട്, എന്നാലില്ല. പാലക്കാട്ടൊരു പഴമൊഴിയുണ്ട്, മീൻ വെട്ടുമ്പോൾ പൂച്ച നിൽക്കുന്ന പോലെയാണ്. പൂച്ച ഉണ്ടോയെന്ന് നോക്കിയാൽ ഇല്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് മനോജ് കെ ജയൻ. അതെ, സിനിമാ സെറ്റുകളിൽ വളരെ സജീവമാണ്. എല്ലാവരും നല്ല സൗഹൃദമാണ്. തമാശ, പൊട്ടിച്ചിരി, ആഹ്ലാദം എല്ലാം ഉണ്ട്. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനോജില്ല. കറക്റ്റ്, ശരിയാണ് മനോജ്. ഞാനിപ്പോൾ മനോജിൻ്റെ മനസ്സിങ്ങനെ എക്സ്റേ ചെയ്യുകയാണ്. അല്ലാതെ മനഃപൂർവ്വമല്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. ഇവരെയൊക്കെ ഒന്ന് സൂചിപ്പിച്ച് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച് ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് പോകുന്ന ആളല്ല. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെതായ ലോകം വേറെ ഉണ്ട്. എന്താ ലോകം മനോജ്? അതോ എനിക്ക് കൂടുതലും പാട്ട് കേൾക്കുക, അല്ല ഒറ്റയ്ക്ക് കൂടുതൽ ചിന്തിക്കുക, കൂടുതൽ സ്വപ്നം കാണുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. സ്വപ്നം കാഴ്ച ഒരു മെയിൻ പരിപാടിയാണ്. അതിപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു. കുറേ കാലം പേടി സ്വപ്നങ്ങൾ കണ്ടു. പേടി സ്വപ്നങ്ങളുണ്ടായിരുന്നു. രാത്രിയിൽ സ്വപ്നം കണ്ടിട്ട് നിലവിളിച്ച് എഴുന്നേറ്റുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ മനോജിന് ഇതൊക്കെയാണെങ്കിലും മനോജിന് അപൂർവം ചില ആൾക്കാരുടെ സാമീപ്യം മനോജിന് ഒരു കുളിർമ പോലെയാണ്. ചിലരെ വളരെ അപൂർവം, വളരെ വിഷമിച്ചിട്ടാണ്. വേണമെങ്കിൽ ഒരു പതിറ്റാണ്ടിൽ ഒരു പാസ് എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് ചില ആൾക്കാരെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതിലൊരു പാസ് കിട്ടിയ ഒരാളാണ് ഈ വരാൻ പോകുന്ന ആൾ. ഹലോ മുനി, സോ നൈസ്, വെരി നൈസ്. മനോജ് ഞാനും കണ്ടാൽ നമ്മൾ തമ്മിൽ അഡ്രസ് ചെയ്യുന്നത് മുനിയാണ്. ലൈക്ക് മനോജ് എന്നെ എത്രയോ കാലമായിട്ട്, റൈറ്റ് ഫ്രം ദ ഡേ വി മെറ്റ്, എന്നെ മുനി എന്നാണ് വിളിക്കുന്നത്. സോ അത് ഇറ്റ്സ് ബിക്കം ഞങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ കോഡാണത്, ഒരു ഫ്രണ്ട്ഷിപ്പ് കോഡ് എന്ന് വേണം പറയാം. 23 വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. മോർ ദാൻ ഫ്രണ്ട്സ്, ഐ തിങ്ക് ബ്രദേഴ്സ് എന്ന് തന്നെ പറയണം. ബിക്കോസ് ഹരിഹരൻ സാറിൻ്റെ ആ ഒരു സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന്. സോ അങ്ങനെ ഒരു ഫാമിലി ബോണ്ടിങ് തന്നെ പറയാം. ഹരൻ സാറിൻ്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിനിമ ആൻഡ് യുനോ അബൌട്ട് ആക്ടിങ് ആൻഡ് സോ അതിൽ നിന്ന് വന്ന സ്റ്റുഡൻസാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹം മനോജിന് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഒരു സിംഗറായിട്ട് മനോജ് ഷൈൻ ചെയ്യുന്നത്. എനിക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഐ റിക്വസ്റ്റ് യു ടു സിംഗ് എ സോങ്. ഒരു പാട്ട് പാടിയ ശേഷം നമുക്ക് പ്രതികരിക്കാം. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും പ്രസന്ധ്യ പോകി, അതിലോലമൻ ഇടനാഴിയിൽ നിൻകള മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും പ്രസന്ധ്യ പോകി, അതിലോലമൻ ഇടനാഴിയിൽ നിൻകള മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുനി എന്നാണ് വിളിക്കുന്നത്. അത് എപ്പോഴും ഇവനൊരു മുനിവേഷം ധരിച്ചുകൊണ്ടൊരു സ്റ്റില്ല് കാണിച്ചു. അപ്പോൾ ഞാൻ
മുനി സോ നൈസ് മുനി മുനി എന്ന് ഇങ്ങനെ വിളിച്ചു. വിനീത് എപ്പോഴും കുറച്ച് ഇങ്ങനത്തെ ഒരു സംസാര രീതിയാണല്ലോ. മനോജ് റിയലി നൈസ്, മനോജ് വെരി നൈസ്, വെരി ക്യൂട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിത് പറഞ്ഞാൽ എപ്പോഴും കളിയാക്കുന്നത്. വിനീതിനെ കണ്ടപ്പോൾ പറയുന്നതാ മുനി സോ നൈസ്, വെരി നൈസ് എന്ന് പറയും. അതിൻ്റെ കൂടെ ഗസൽ എന്നൊരു പടത്തിന് വന്നപ്പോൾ, ഗസൽ ഞാനുണ്ട്, കമൽ സാറിൻ്റെ പടം, അതിൻ്റെ അകത്ത് ഇവൻ്റെ പേര് മുനീർ എന്നാ. അപ്പോൾ അതും കൂടെ ഈ പേര് കൺഫേം ചെയ്ത് മുനി സോ നൈസ് മുനി. വിനീത് തലശ്ശേരിക്കാരനാണ്. വിനീത് തലശ്ശേരിക്കാരനാണ്. സാധാരണ ഞാനും മലബാറുകാരനാണ്. മലബാറുകാർ വളരെ നിഷ്കളങ്കന്മാരുകാരെന്നാണ് പറയുക, ബെസ്റ്റാണ്. പക്ഷെ കോട്ടയത്തേക്ക് ചെല്ലുമ്പോഴേക്കും എൻ്റെ ഡിഗ്രി മാറി. കോട്ടയത്ത് ഞാൻ സംഭവം മാറും. പിടിച്ചിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. അതെ, പിടിച്ചു പോകണമെങ്കിൽ. അപ്പോൾ ഒരു കോട്ടയംകാരനും തലശ്ശേരിക്കാരനും തമ്മിലിങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. കോട്ടയംകാർ സാർ ഭയങ്കര പച്ച മനുഷ്യരാണ് സാർ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കോട്ടയത്തിന് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും പച്ചയാണ്, കളങ്കമില്ല, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അല്ല അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങോട്ട് ഇത് പറയാം, അങ്ങനത്തെ പരദൂഷണമൊന്നുമില്ല. ഇല്ല, ഉള്ളത് ക്ലിയറാണ്. ഉള്ളത് മുഖത്ത് നോക്കി പറയും. ഉള്ളത് പരദൂഷണം അപ്പം തന്നെ പറയും. എല്ലാം മറച്ചു വെക്കില്ല. മനോജിൻ്റെ സെറ്റിലെ ഈ പറഞ്ഞ ഡൈനാമിസം, അതിൻ്റെ മാട്രിക്സ്, അതൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മനോജിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആൾക്കാരെല്ലാം പറയുന്നതാണ്, മനോജ് ഉണ്ടെങ്കിൽ സെറ്റിനൊരു ലൈഫുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ നമ്പറുകളൊക്കെ വീശി ഇടവേളകളെ ആഹ്ലാദപൂർവ്വമാക്കാൻ വേണ്ടി മനോജ് കെ ജയന് നല്ലൊരു സാമർഥ്യമാണ്. മനോജിൻ്റെ ഇതുപോലുള്ള കുസൃത്തരങ്ങളും കുറുമ്പത്തരങ്ങളും ഒക്കെ നന്നായി ആസ്വദിച്ചൊരാളുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ. നോക്കാം. ഞാൻ എന്നും മനോജിനെ കുട്ടാന്നേ വിളിച്ചിട്ടുള്ളൂ. ഇപ്പം സർഗം കഴിഞ്ഞിട്ട് 20 വർഷമായിന്ന് തോന്നുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്നും മനോജിനെ കുട്ടാന്നേ വിളിച്ചിട്ടുള്ളൂ. അന്ന് ആ സിനിമയിൽ തുടങ്ങിയതാണല്ലേ നമ്മളങ്ങനെ വിളിക്കാൻ. മനോജിന് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന തമാശകളൊക്കെ ഓർമ്മയുണ്ടോ? ഞാനും മനോജും വിനീതും കൂടെ രംബയെ കളിയാക്കിയിരുന്നതൊക്കെ, ഡാൻസ് അറിയില്ല, പാട്ടറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ രംബ എവിടെ എത്തിയല്ലേ? അപ്പോൾ ഇതാണ് മനോജിന്റെ മെയിൻ പ്രൊഫഷൻ. ആൾക്കാരെ കളിയാക്കുകയാണ്. പിന്നെയാണ് ഒരു ഹോബിയാണ് ഈ സിനിമയിൽ അഭിനയം എന്നുള്ളത് അല്ലേ? അതാണിപ്പം ശരിക്കും ഞാൻ അമ്മയെപ്പോലെ തന്നെ കാണുന്നത്. കാരണം കുട്ടൻ തമ്പുരാൻ അമ്മയല്ലേ? അതെ, കുട്ടൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വേറൊരു സത്വമാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ അമ്മയെ അനുപമേ എന്നൊക്കെ വിളിക്കും. അപ്പോൾ കുട്ടാ എന്ന് വിളിക്കും. ആ ഒരു സ്നേഹം കുട്ടൻ തമ്പുരാനും അമ്മയായിട്ട് ഇന്നും ഞങ്ങൾ ജീവിക്കുകയാണ്. ഒരുപാട് സ്നേഹിക്കുന്ന നമ്മളെ ചേച്ചി ഇതിൽ വന്നതിൽ സന്തോഷം. രംബ കളിയാക്കുന്നൊന്നുമല്ലെന്നേ. ഇവള് ഞാൻ തൂങ്ങിച്ചാകുന്നുണ്ടല്ലോ, കുട്ടൻ തമ്പുരാൻ ക്ലാസ്സിൽ തൂങ്ങിച്ചാകില്ലേ. ഞാനാണെങ്കിൽ രാവിലെ മുതൽ കെട്ടി തൂങ്ങി കിടക്കുക. ഇവിടെ വന്നിട്ട് പാലുമായിട്ട് വരുന്ന ഓർമ്മയില്ല, ആദ്യ രാത്രി വന്ന് പാലുമായിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കും, സ്ക്രീമിങ് കൊടുക്കണം. ഇവ സ്ക്രീമിങ്ങും വരുന്നില്ല, കോപ്പും വരും. വന്നു നിന്നിട്ട് സാർ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വന്നു കിടന്നു ഇങ്ങനെ. എൻ്റെ ദേഹം മുഴുവൻ ഞാൻ രാവിലെ മുതൽ കെട്ടിത്തൂങ്ങി കിടക്കുക. രാവിലെ പോലെ തൂങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 18 റിഹേഴ്സൽ അവർക്ക് സ്ക്രീമിങ് വരുന്നില്ല. അവസാനം ഹരൻ സാർ ഇറങ്ങി താഴെ, ആരെങ്കിലും ചെയ്യും, ഞാൻ താഴെ പോവാണ്, നിങ്ങൾ ആ കുട്ടിക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും, എത്ര നേരം എഴുതി ഒരു സ്ക്രീമിങ് ചെയ്യാൻ പറ്റില്ല എന്ന് സാറ് വയലൻ്റായി. അപ്പം ഞാൻ അവിടെ കിടന്ന് എന്നെ നിറക്കാവോ, എന്നെ താഴോട്ട് നിറക്കാവോ, ഭയങ്കര വേദന എടുക്കുന്നു. അവസാനം എന്നെ കെട്ടി താഴെ ഇറക്കി വീണ്ടും അവിടെ റിഹേഴ്സൽസ് ഇറങ്ങുന്നത്. അവസാനം എന്നെ വീണ്ടും കയറ്റി ഒരല്പം കൂടെ കൂട്ടി കെട്ടി. സാറ് പിന്നെ ബാക്കി ഡബ്ബിങ്ങിൽ കയറ്റി വിടും. സെയിം സിനിമ തെലുങ്കിൽ ചെയ്യാൻ സരിഗമലു അവിടെ ചെയ്യാൻ ചെന്നപ്പോൾ ആശാത്തി നല്ല ബ്രില്യൻ്റ് ആക്ട്രസ്സായി വരുന്നു. ഈ സ്ക്രീമിങ്ങൊക്കെ നല്ല സ്റ്റൈലായിട്ട് അവിടെ ചെയ്തു. മനോജിനെ കുട്ടൻ തമ്പുരാനിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ലെന്ന് തെലുങ്കന്മാർക്ക് പോലും ബോധ്യപ്പെട്ടു. അതാണ് തെലുങ്കിലേക്കുള്ള മനോജിൻ്റെ ഒരു പ്രവേശനം. കാരണം ഞാനുണ്ടെങ്കിലേ പടം ചെയ്യുള്ളൂ എന്നവർ തീരുമാനിച്ചു. അത് വലിയൊരു അംഗീകാരമാണ്. ഭയങ്കര സംഭവം. അപ്പോൾ ഈ സർഗത്തിന് നമ്മുടെ ആദ്യത്തെ സിനിമയും ഹരൻ സാറിനെ പോലുള്ള ആളുടെ സിനിമയൊക്കെ നമ്മൾ പ്രതിഫലമൊന്നും ഇച്ഛിച്ചിട്ടില്ല. സാറ് തന്നോ മേടിച്ചു പോന്നു. പക്ഷെ തെലുങ്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നി നമുക്കൊന്ന് ഡിമാൻഡ്, നമുക്കൊരു വാല്യൂ ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അത് സാറിനോട് പറഞ്ഞു, നിങ്ങൾ അതിലൊന്നും കുറയ്ക്കണ്ട, അവർക്ക് നിങ്ങളെ മസ്റ്റാണ്, നിങ്ങളെ എമൗണ്ടിൻ്റെ കാര്യത്തും കുറയ്ക്കണം. അപ്പോൾ ഞാനൊരു നല്ല എമൗണ്ട്, അതിൻ്റെ ഒരു 10 മടങ്ങ് അങ്ങ് പറഞ്ഞു. അപ്പോൾ അവരൊന്നു വലിഞ്ഞു. പിന്നെ അവർ ചിന്തിച്ചിട്ട് പറഞ്ഞു, അയാൾ വേണം, അയാൾ ഈ സിനിമയായിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയിൽ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. മനോജ് തെലുങ്ക് പഠിച്ചോ? തെലുങ്ക് കാണാപ്പാടം പിടിക്കില്ലേ, അല്ല രക്ഷയില്ല. ഞാൻ അതിനുശേഷം 3-4 പടത്തിനൊക്കെ തെലുങ്കിന് പോയി. അപ്പം ഞാനിരുന്ന് കുത്തിയിരുന്ന് കാണാപ്പാടം പഠിക്കുന്നുണ്ട്. അവിടെ ഉള്ളവന്മാരോട് ചോദിക്കുക, നിങ്ങളെന്ത് കൊട്ടായി കാണിക്കുന്നത്? അവർ തന്നെ. ഞാൻ എന്താ ഇവിടെ വരുന്ന മറ്റേ ദേവൻ, കലാപമണി ഇവരൊക്കെ വന്നിട്ട് പ്രോംപ്റ്റിംഗ് ആണ്, പ്രോംപ്റ്റിംഗ് ടകടകടകട എന്ന് പറയുന്നത് അവർ പറയുന്നത്. ഞാൻ എങ്ങനെ പറയും സാർ? ഞാൻ ഈയിടയ്ക്ക് വേറൊരു ചാനലിൽ പറഞ്ഞു, പറയാൻ പറ്റുമോ നോക്കുക.
నీ కొడుకు మేళించడం కోసం మరోదల్లి కన్ను కొడుకు చేసావు నువ్వు నీ స్వార్థం వల్ల నేను సుఖపడలేదు నిన్న మీద కాళిదాసు సుఖపడలేదు ఇద్దరి మధ్య కాలిపోయిన జ్యోతి కూడా సుఖపడలేదు ముగ్గురు ఉసురు పోసుకున్నావు నీ పాపానికి నిష్కృతి కావాలంటే నీ చేతుల మీదు కనివే జ్యోతిని కాళిదాసుకు అప్పచెప్పాలి కాబట్టి నేను నిర్ణయం తీసుకున్నాను వీటన్నిటికి అసలు సిసలైన మూలకారణం నా జన్మ శత్రువు మూర్ఛ రోగం ఆ రోగం నాకు పోవడం లేదు ఎలా పోటు కోలో నాకు తెలుసు ఆ రోగం కుదరాలని నేను ఆ రోగం వెళ్ళే కుదరాలి ఇప్పుడు ఆవేశపడతాను నాకు ఆ రోగం మూర్ఛ వస్తుంది ఇప్పుడు నేను ఆవేశపడతాను మూర్ఛ రోగంతో గోదావరిలో చచ్చిపోతాను ഇത് യഥാർത്ഥത്തിലെ ഡയലോഗാണോ എന്നെ തെറി പറഞ്ഞാണോ ഇടയ്ക്ക് എന്തോ കയറ്റിയ എനിക്ക് സംശയം മിക്സ്ഡാന്ന് തോന്നുന്നു ആണ് അതെ ആ ചില വാചകമൊക്കെ എനിക്ക് മനസ്സിലായി നമുക്ക് പല നമ്മളെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എനിക്കൊരു സംശയമില്ല